അർപ്പിത പാർട്ട് 4. മാധവ് പറഞ്ഞതു പ്രകാരം ഡ്രൈവർ എല്ലാ സാധനങ്ങളും ആ പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം അവർ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഡ്രൈവർ അവിടെ നിന്നും തിരിച്ചു മാധവൻ്റെ അടുത്തേക്ക് ചെന്നത്. വൈകുന്നേരത്തോടുകൂടി മാധവൻ അവരെ ഒന്ന് വിസിറ്റ് ചെയ്തു. അവിടുത്തെ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നും ഇവിടെ കംഫർട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഒരു വിസിറ്റ് നടത്തിയത്. അദ്ദേഹം ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും അർപ്പിതയായിരുന്നു വന്ന് ഡോർ തുറന്നത്. സാറോ? എന്താടോ ഇയാളൊരു അത്ഭുതത്തോടെ നിൽക്കുന്നത്? അല്ല, ഞാൻ സാറിന് ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല, അതും ഇപ്പോൾ ഈ സമയത്ത്. ഇല്ലടോ, ഞാൻ ഇതുവഴി അങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ നിങ്ങളെ ഇന്ന് ഇവിടെ ആക്കിയില്ലേ, സാധനങ്ങളെല്ലാം വാങ്ങിത്തന്ന്. എങ്ങനെ നിങ്ങളിവിടെ കംഫർട്ടാണോ എന്നൊക്കെ ഒന്ന് അറിയണമെന്ന് തോന്നി. അതുമാത്രമല്ല, അബു എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടോയെന്ന്. പുതിയൊരു സിമ്മും നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ആ സിമ്മുമായിട്ട് ഞാൻ വന്നതാ. ഇതിപ്പം കമ്പനിയുടെ ID വെച്ച് ഞാൻ എടുത്ത സിമ്മാണ്. ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. പഴയ ഫോൺ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്, അതിന് മാറ്റണോ? വേണ്ട സാർ, അത് മതി. പിന്നെ നാളെ ഇത് ആക്റ്റീവാവും. അതിനുശേഷം അബുവിനെ 2 പേരും ഒന്ന് വിളിക്കണം കേട്ടോ. പുള്ളിക്കാരൻ നല്ല ടെൻഷനില്ല നിങ്ങൾ 2 പേരുടെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് ഐഷുവിൻ്റെ കാര്യത്തിൽ. ഐഷു ഒരു എടുത്തുചാട്ടക്കാരി ആയതുകൊണ്ട് പ്രത്യേകം അവനൊരു ഭയമുണ്ട്. ഇല്ല സാർ, പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം ഐഷുവിൻ്റെ കാര്യം. എങ്കിൽ ശരി, ഞാൻ നിൽക്കുന്നില്ല, പോകട്ടെ. സാർ, ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ? ഇല്ലടോ, വീട്ടിൽ ഭാര്യ എന്നെ കാത്തിരിക്കും. ഇപ്പോൾ സിദ്ധുവും അഖിലും അങ്ങോട്ട് വരില്ലല്ലോ, അതുകൊണ്ട് അവൾ എന്നെ കാത്തിരിക്കും. ഞാൻ ചെന്നാലേ ആഹാരമെങ്കിലും കഴിച്ച് അവളൊന്ന് ഉറങ്ങാൻ കിടക്കൂ. അതുകൊണ്ട് ഞാൻ പോവുക, താമസിക്കണ്ട. ശരി, അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങി. അദ്ദേഹം പോയതും അവൾ ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും അവരുടെ പിന്നിൽ നിൽക്കുന്ന ഐശ്വര്യ കണ്ട്. ആരായിരുന്നു അത്? മാധവ് സാറായിരുന്നു വന്നത്. നമുക്കിവിടെ എങ്ങനെ കംഫോർട്ടാണോ എന്നറിയാനും പിന്നെ അച്ഛൻ വിളിച്ചിരുന്നു അത്രേ. നമ്മളെങ്ങനെയുണ്ട് ഇവിടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ അതുകൂടാതെ നമുക്ക് 2 സിമ്മ് കൂടി കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് നാളെ ആക്റ്റീവോ? അപ്പോൾ തന്നെ അച്ഛനെ വിളിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വാപ്പയെ വിളിക്കാടി. എന്തായാലും നമ്മുടെ 2 പേരും പഴയ സിം എടുത്ത് കളയാം. എന്തായാലും മാധവ് സാർ അങ്ങനെ ഒരു സഹായം ചെയ്തില്ലേ. നാളെ തൊട്ട് നമ്മൾ ഓഫീസിൽ പോവല്ലേ? നാളെ തൊട്ട് ഓഫീസിൽ പോവാടി. 10 മിനിറ്റ് പോലും ഇല്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ. പിന്നെ ആര് കാണാനാ? പിന്നെ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ലാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാം. ചുറ്റും ഒന്ന് കണ്ണുപൊട്ടിച്ച് നമ്മൾ ശ്രദ്ധയോടെ നടക്കണമെന്നല്ലാണ് കുറച്ച് നാൾ. എന്തായാലും അങ്ങനെയൊക്കെ അങ്ങ് പോട്ടടി. ഇപ്പോൾ കംഫർട്ടായിട്ടുള്ളൊരിടത്ത് തന്നെയല്ലേ നമ്മളിപ്പം. അതൊരാശ്വാസമാണ്. എന്തായാലും വാപ്പി കാരണം ഇങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഉള്ളത് കൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടു അല്ലേടി. അവർ 2 പേരും ഓരോന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡോറിൽ പതിവില്ലാതെ ഒരു നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട്. ഐഷുവും അപ്പവും അപ്പോൾ തന്നെ ചെന്ന് ഡോർ തുറന്നതും അഖിലായിരുന്നു. നിങ്ങളെന്താ ഇവിടെ? അല്ല, മാധവ് സാർ ഒന്നും പറഞ്ഞില്ലേ? എന്ത്? ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് ഞങ്ങൾ താമസിച്ചോ എന്ന് പറഞ്ഞ് മാധവ് സാർ ഞങ്ങൾക്ക് തന്നതാ. അങ്ങനെ ഒരു കാര്യം അങ്കിൾ ചെയ്തോ? സിദ്ധു സാറിൻ്റെ കൂടെ അഖിൽ സാറും കൂടെ ആ ഫ്ലാറ്റിൽ താമസിക്കാനാണ് പറഞ്ഞത്. സിദ്ധുവിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അപ്പോഴാണ് സിദ്ധു ഡോർ തുറന്നത്. അഖിൽ അപ്പുറത്തെ ഫ്ലാറ്റിൽ. അത് പറഞ്ഞപ്പോഴാണ് ഡോർ തുറന്ന് നിൽക്കുന്ന ഐഷുവിനെയും അപ്പുവിനെയും അവൻ കാണുന്നത്. നിങ്ങളായിരുന്നു ഇവിടെ താമസിക്കുന്നത്. അച്ഛൻ കുറച്ച് മുമ്പാണ് വിളിച്ചു പറഞ്ഞു. ഞാനത് ഇവനോട് പറയാനും പറഞ്ഞു. സോറി, അവൻ ശല്യം ചെയ്യുന്നതെങ്കിൽ. അത്തരം പറഞ്ഞ് അഖിലിനെയും പിടിച്ച് സിദ്ധു അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു. ഇതെന്തൊരു മനുഷ്യനാടി, നമ്മളെ കണ്ടിട്ടൊന്നും മിണ്ടിയത് പോലുമില്ല. നമ്മൾ അങ്ങേരുടെ ഓഫീസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്, അങ്ങേരുടെ സ്റ്റാഫ്സ് തന്നെയല്ലേ. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്താ അങ്ങേരുടെ വായിൽ മുത്തു കൊഴിഞ്ഞു പോകൂ. ഐഷു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. എടി ഐഷു, ബിസിനസ്സുകാർ പൊതുവെ അങ്ങനെ തന്നെയാണ്. അവരുടെ ഓരോ മിനിറ്റുകൾക്കും ലക്ഷങ്ങളുടെ വിലയുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാ. നീ ഇപ്പോൾ ഇങ്ങോട്ട് വാ, ആ കുഞ്ഞിത്തല പോയിക്കാതെ. അത്രയും പറഞ്ഞ് അപ്പു അവളെയും വിളിച്ച് ലഞ്ച് കഴിക്കാനായി പോയിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ 2 പേരും നേരത്തെ തന്നെ റെഡിയായി ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്നതും തങ്ങളുടെ ക്യാബിനിലേക്ക് പോയതും അവരെ അഖിൽ പിടിച്ചു നിർത്തി. 2 പേരും ഇനി തൊട്ട് അവിടെ ഇരിക്കേണ്ട. ഇതോട്ടെ, സിദ്ധാർത്ഥിൻ്റെ ക്യാബിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്യാബിനുണ്ട്, നിങ്ങൾക്കായി സെറ്റ് ചെയ്തതാ.
അവിടെ ഇരുന്നാൽ മതി, രണ്ടുപേർക്കും അപ്പുറവും ഇപ്പുറവുമായ ഓരോ ക്യാബിൻ. അതെന്താ സാർ പെട്ടെന്ന്? അതുമാത്രവുമല്ല ഞങ്ങൾക്കിവിടെ അതൊന്നും എനിക്കറിയില്ല. ഇന്നലെ മാധവ് സാർ വന്നിട്ടാണ് നിങ്ങൾക്കുള്ള ക്യാബിൻ അവിടെ സെറ്റ് ചെയ്തത്. ഓ, അപ്പോൾ മാധവ് സാർ, നിങ്ങൾ എന്താണ് മാധവ് സാറുമായിട്ട് ഇത്ര വലിയ കോണ്ടാക്റ്റ്? ഏയ് ഒന്നുമില്ല സാർ. അത്രയും പറഞ്ഞിട്ട് ഇരുവരും തങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ക്യാബിനിലേക്ക് തന്നെ പോയി. അവിടെ ചെന്ന് പെയിൻറ്റിങ് വർക്ക്സ് എല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു. ഉച്ചയായിട്ടും ലഞ്ച് ബ്രേക്കിന് പോലും അവർ ഇറങ്ങാതെ തന്നെ പെയിൻറ്റിങ് വർക്ക്സ് എല്ലാം ക്ലിയറായി ചെയ്തുകൊണ്ടിരുന്നു. ഒരു 4 മണിയോടുകൂടി അവരുടെ പെയിൻറ്റിങ് വർക്ക്സ് എല്ലാം തീർന്നു. അപ്പോഴാണ് തങ്ങളുടെ ക്യാബിൻ തുറന്നു വരുന്ന പിയൂണിനെ അപ്പു കാണുന്നത്. എന്താ ചേട്ടാ? അത് മോളെ ജ്യൂസ്. ഇല്ല ചേട്ടാ, ഞാൻ ഒരു ജ്യൂസും ഓർഡർ ചെയ്തിട്ടില്ല. അത് അഖിൽ സാറാണ് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് മോക്കും ഐഷു മോക്കും കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതിന് ഏട്ടാ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ലഞ്ച് പോലും കഴിച്ചിട്ടില്ലെന്ന് അഖിൽ സാറ് പറഞ്ഞു. അങ്ങനെ സാറായിട്ട് തന്നെ ഇതെൻ്റെ കയ്യിൽ തന്നു വിട്ടിന്. ഇനി ഇത് വേണ്ടാന്ന് മാത്രം പറയല്ലേ, സാർ എന്നെ വഴക്ക് പറയും. ചേട്ടൻ ഇവിടെ വെച്ചിട്ട് പൊക്കോ. അത്രയും പറഞ്ഞ് അദ്ദേഹം ആ ഗ്ലാസ് അവിടെ വെച്ച് നേരെ തിരിഞ്ഞ് ഐഷുവിൻ്റെ ക്യാബിലേക്ക് ചെന്ന്. ഐഷുവിൻ്റെ ക്യാബിൽ ചെന്നതും ഐഷു തല ഉയർത്തി നോക്കിയതും പിയോൺ ചേട്ടൻ അകത്തേക്ക് വരുന്നത് കണ്ടു. നേരെ തിരിഞ്ഞ് വർക്കിലേക്ക് പോയതും, എന്താ ചേട്ടാ? അത് മോളെ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ഈ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. ആര്? അത് അഖിൽ സാറാണ് തന്നുവിട്ട്. അത്രയും പറഞ്ഞതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പിയൂൺ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങിച്ച് ഒറ്റ വലിക്കാൻ കുടിച്ചു. ഇത് നോക്കി നിന്ന പിയൂൺ ഒന്ന് ചിരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? പിന്നല്ലാതെ, എൻ്റെ വയറ് വിശന്ന് കുടല് കരിഞ്ഞ് അതിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ തുടങ്ങി. ചേട്ടാ, ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റുമോ? പെയിൻറ്റിങ് വർക്ക്സ് എല്ലാം തീർക്കാതെ ഇന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയല്ലേ നമ്മുടെ പുതിയ സിദ്ധു സാറ് നമുക്ക് ഓർഡർ തന്നേക്കുന്നത്, പെയിൻറ്റിങ് വർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്ന്. പിന്നെ എന്തോ ചെയ്യാനാ, ഫുഡ് പോലും നിലവേ കഴിച്ചില്ല. അവൾ ദയനീയമായ അവളുടെ വിഷമങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട് അദ്ദേഹം നിന്ന് ചിരിച്ചു. എന്തായാലും ഏട്ടൻ പൊക്കോ, ഇനി ഇവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടാലേ അങ്ങനെ ചിലപ്പോൾ ചേട്ടനെ ഇവിടുന്ന് പറഞ്ഞു. അത് ശരിയാ, എങ്കിൽ മോള് ജോലി ചെയ്യും, ഞാൻ പോവുക. ഏട്ടാ, അപ്പുറത്ത് അപ്പു മൂക്ക് കൊടുത്തിട്ടുണ്ട്, അത് കുടിച്ചോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഞാനവിടെ വെച്ചിട്ടാണ് പോരുന്നത്. ആ ശരി ചേട്ടാ. അത്രയും പറഞ്ഞ് അവൾ വീണ്ടും തിരിഞ്ഞു. ഒരു അരമണിക്കൂർ കൂടി അവൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തതിന് ശേഷം തൻ്റെ ബാഗും എടുത്തുകൊണ്ട് അപ്പുവിൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പുവിൻ്റെ ക്യാബിൻ തുറന്നതും അപ്പു ജ്യൂസ് കുടിക്കാതെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പു, ഇത് എപ്പോൾ കൊണ്ടു തന്ന ജ്യൂസാ? ഇതൊന്ന് കുടിച്ച് തീർത്തിട്ട് നിനക്ക് ബാക്കി ചെയ്തുകൂടെ? തീർന്നടി, ഒരു 5 മിനിറ്റ്. അതും കൂടെ കഴിച്ചതിന് ശേഷം വർക്ക് ക്ലോസ് ചെയ്ത് ഇതും കുടിച്ചോണ്ട് വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു. എന്തായാലും ആ 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ, നീ ഇത് കുടിക്ക്. ഇത് കുടിക്കുന്നതിന് ഒരു 10 മിനിറ്റ് പോലും വേണ്ടല്ലോ, ഒരു 2 സെക്കൻഡ് പോരെ. നീ ഇത് കുടിച്ച് തീർക്ക്, വിശക്കത്തില്ലേ പെണ്ണേ? അവൾ സ്നേഹത്തോടെ അവളുടെ അടുത്ത് വന്ന് ആ ജ്യൂസ് എടുത്ത് അവളുടെ ചുണ്ടോട് ചേർത്തു. അവൾ പെട്ടെന്ന് തന്നെ അത് കുടിച്ച് ആ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ക്യാബിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റുള്ളവരെല്ലാവരും 4 മണിയായപ്പോഴേ പോയി. തങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അതേ സമയമാണ് സിദ്ധുവിൻ്റെ ക്യാബിൽ നിന്നും അഖിലും സിദ്ധുവും പുറത്തേക്ക്. നിങ്ങൾ രണ്ടും ഇതുവരെ പോയില്ലേ? നിങ്ങൾക്ക് ഇവിടുത്തെ റൂൾസ് അറിയില്ലേ? 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളാരും ഇവിടെ നിൽക്കരുതെന്ന്. അത് സാർ 3-4 ദിവസം വന്നില്ലല്ലോ, പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നപ്പോഴേക്കും സമയം ഇത്രയുമായി. എങ്കിൽ ശരി, പെട്ടെന്ന് പൊക്കോ. അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി തങ്ങളുടെ ഫ്ലാറ്റിൽ കയറി ഡോർ തുറന്നു. ഇനി എന്തായാലും നാളെ പോവണ്ടല്ലോ, നാളെ സൺഡേ അല്ലേ, ലീവായത് വലിയ കാര്യം. ഇന്ന് ഒരുപാട് ജോലി ചെയ്തുകൊണ്ട് വല്ലാത്ത ക്ഷീണം. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ? എന്തു പറയുന്നു അപ്പു? എനിക്കിന്ന് ഒന്നിനും വയ്യാടി, ഐഷു പറഞ്ഞു. ഒന്ന് പോടി മടിച്ച്, എന്നും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലേ ചിലപ്പം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മൊത്തം വല്ലവർക്കും കൊടുക്കാനേ കാണത്തുള്ളൂ, അവനവൻ്റെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ കാണത്തില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അപ്പു അകത്തേക്ക് കയറി ഫ്രഷായി കിച്ചണിൽ കയറി ഒരു ഗ്ലാസ് ചായയും വെച്ചു ഒരു ഗ്ലാസ് ഐഷുവിനും എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇത് കഴിക്കാനൊന്നും ഇല്ലേടി? അയ്യോ, മോള് പറയാഞ്ഞ എന്തായിരുന്നു? പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നായിരുന്നല്ലോ ചേച്ചി. നിൻ്റെ ഒപ്പം തന്നെ അല്ലേടി ഞാനും ഓഫീസിൽ ഇങ്ങോട്ട് വന്നത്. നിനക്കൊരു സഹായമാകട്ടെ, ഒന്ന് എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു ചായ ഇട്ട് തന്നപ്പം എനിക്കിനി കടിക്കാനും കൂടെ വേണോ? അല്ലടി. അയ്യോ ഒന്നുമില്ലടി, മര്യാദയ്ക്ക് ഡിന്നർ റെഡിയാക്കാൻ എൻ്റെ കൂടെ കയറിയില്ലെങ്കിൽ ഇന്ന് പട്ടിണി ഇളക്കും, പറഞ്ഞില്ലെന്നുണ്ട്.
ഞാൻ പട്ടിണി കിടക്കത്തില്ല, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യും. നീ ഒന്നും ഓർഡർ ചെയ്യത്തില്ല. എൻ്റെ കൈ ഞാൻ തല്ലി ഒടുങ്ങി ഇനി ഓർഡർ വല്ലതും ചെയ്താൽ. ഒന്നാമതേ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൂടാന്ന് പറയുന്നത്. പിന്നെ ഒരു തരവും ഇല്ലെങ്കിൽ മാത്രമല്ലേ ഞാനും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നത്. ഇന്ന് എന്തായാലും ടൈമും ഉണ്ട്, ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാനുമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ മോള് കിച്ചണിൽ ഇനി വന്നാൽ മതി കേട്ടോ. അത്രയും പറഞ്ഞ് അപ്പു കിച്ചണിലേക്ക് പോയതും ഇതുപോലെ ഒരു പിശുക്കി എന്തോ ചെയ്യാനാ. അവൾ ഒന്ന് ചുണ്ടു കൂട്ടിക്കൊണ്ട് തലയ്ക്ക് തന്ന ചായ എടുത്ത് കുടിച്ച് സെറ്റിയിലൊന്ന് കിടന്നു. അവൾ അവിടെ കിടന്ന് അറിയാതെ മയങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ആരാണ്ട് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ കണ്ണു തുറന്നത്. അപ്പുവായിരുന്നു. എന്താ അപ്പു, ഉച്ച നേരം കൊണ്ട് കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാം. അയ്യോ മോളി, ഇതൊരു വലിയ ഹെൽപ്പായിരുന്നു. ഇത്രയും നേരം ഇവിടെ തന്നെ കിടന്നേര്. ബാ എഴുന്നേക്ക്, 8 മണി. അയ്യോ 8 മണിയായോ? ഞാൻ ഉറങ്ങിപ്പോയി അപ്പു, സോറി. സാരമില്ല, എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പു സ്വീറ്റാ. നാന്ന് കൂടുതലങ്ങ് പൊക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാടി. അത്രയും പറഞ്ഞതും ആയിഷു ഫ്രഷ് ആവാൻ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ അപ്പു എല്ലാം തന്നെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് ചപ്പാത്തിയും കറിയുമായിരുന്നു. അവർ രണ്ടുപേരും അതവിടെ നിന്ന് ആസ്വദിച്ച് കഴിച്ചു. കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് സൺഡേ ആയതുകൊണ്ട് രണ്ടുപേരും ഒരുപാട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അവർ എഴുന്നേറ്റപ്പാടെ ഒരു ചായയൊക്കെ ഇട്ട് പതിയെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ റിങ് ചെയ്യുന്നത്. കോളിംഗ് ബെൽ ആരാണെന്നറിയാൻ വേണ്ടി രണ്ടുപേരും ആ നിന്ന വേഷത്തിൽ ചെന്ന് തന്നെ ഡോർ ഓപ്പൺ ചെയ്തും മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലായില്ല. രണ്ടുപേരും പരസ്പരം നോക്കി. നോക്കണ്ട, രണ്ടുപേർക്കും എന്നെ അറിയത്തില്ല. ഞാൻ ദേവപ്രിയ, അതായത് നിങ്ങളുടെ മാധവ് സാറിൻ്റെ ഭാര്യ, സിദ്ധാർത്ഥിൻ്റെ അമ്മ. അയ്യോ മേഡമോ? എന്നെ മേഡം ഇടവോ എന്നൊന്നും വിളിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി. അവരുടെ ആ സംസാരം തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും സിദ്ധാർത്ഥിൻ്റെ അമ്മയെ ഫ്ലാറ്റിനകത്തേക്ക് ക്ഷണിച്ചു. അവരകത്തേക്ക് കയറി. അമ്മ ഒരു ഗ്ലാസ് ചായ. വേണ്ട മക്കളെ, ഞാൻ കുടിച്ചിട്ടാണ് വന്നത്. എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? എഴുന്നേറ്റതെല്ലാം ഉള്ളു, ഇനി എന്തോ ഉണ്ടാക്കി കഴിക്കും. അത് എന്നുള്ള രീതിയിൽ ആയിഷു തലയൊന്ന് ചൊറിഞ്ഞു. രണ്ടുപേരിൽ നിന്ന് തല ചൊറിയണ്ട, പെട്ടെന്ന് പോയി കുളിച്ചിട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് വാ. എവിടെ? സിദ്ധാർത്ഥ് സാറിൻ്റെയോ? ഞാനവിടെ ഉണ്ട്, വാ പെട്ടെന്ന് വാ, നിങ്ങൾക്കുള്ളതും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ട് ദേവ അവിടെ നിന്ന് എഴുന്നേറ്റു. അമ്മ, ഞങ്ങൾ ഒന്നും പറയണ്ട, അങ്ങ് വന്നാൽ മതി. സാറിന് ഇഷ്ടപ്പെടില്ല. അവൻ്റെ ഇഷ്ടം നോക്കിയല്ലോ ഞാൻ ഓരോരുത്തരെ ക്ഷണിക്കുന്നതും. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ക്ഷണിക്കും. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഫ്രഷ് ആയി അങ്ങ് അപ്പുറത്തോട്ട് വാ. ഒരു 10 മിനിറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് ആയിഷു അകത്തേക്ക് കൂടി. അപ്പോഴും അപ്പു ഒന്ന് പരിങ്ങി അവിടെ നിൽക്കുക. അമ്മേ, ഞങ്ങൾ വരണോ? ഒന്നും പറയണ്ട അപ്പൂസേ, പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വാ. അമ്മയുടെ അപ്പൂസേ എന്നുള്ള വിളി തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ അമ്മ എപ്പോഴും തന്നെ അപ്പൂസേ എന്നാണ് വിളിക്കുന്നത്. അതും കൂടി ഓർമ്മ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് അവൾ തലയാട്ടിക്കൊണ്ട് ഫ്രഷ് ആകാൻ പോയി. ദേവപ്രിയ അവിടെ നിന്നും തൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞതും അപ്പുവും ആയിഷുവും അവിടെ എത്തിയിരുന്നു. അവരെ രണ്ടുപേരെയും ദേവപ്രിയ തന്നെ, അതായത് സിദ്ധുവിൻ്റെ അമ്മ, അവർ രണ്ടുപേരെ ഡൈനിങ് ഏരിയയിൽ കൊണ്ടുവന്നിരുത്തി അവർക്കുള്ള ഫുഡെല്ലാം വിളമ്പിക്കൊടുത്തു. രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് തന്നെ ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി. അവരുടെ സംസാരം എല്ലാം തന്നെ സിദ്ധുവിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ആയിഷു. എന്നാൽ അപ്പു അങ്ങനെയല്ല. അപ്പു ഒരു മിതമായ രീതിയിൽ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് സംസാരിക്കും, മറുപടി നൽകും, അത്രമാത്രം, കൂടുതലൊന്നുമില്ല. അതുമാത്രമല്ല, കഴിക്കുന്നതിനിടയിൽ അവൾ ചുറ്റും നോക്കുന്നുണ്ട്. അത് കണ്ടതും സിദ്ധുവിൻ്റെ അമ്മയ്ക്ക് ചിരിയാണ് വന്ന്. അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് സിദ്ധുവിനെയാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ മോൾ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞിരുന്ന് നോക്കാതെ പെട്ടെന്ന് അങ്ങ് കഴിച്ചെഴുന്നേക്ക്. നീ നോക്കുന്ന ആൾ ഇപ്പോഴെങ്ങും ഇങ്ങോട്ട് കയറി വരുന്നില്ല. എന്തോ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അഖിലുമായി അകത്തേക്ക് കയറിയതാ. പുറത്തു നിന്നുള്ള ചിരിയും കളിയും എല്ലാം കേട്ടോണ്ടാണ് സിദ്ധുവും അഖിലും അങ്ങോട്ട് വന്ന് നോക്കുന്നത്. അപ്പോഴതാ ഡൈനിങ് ടേബിളിൽ 2 എണ്ണം ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അവരോട് എന്തൊക്കെയോ കളിച്ചും ചിരിച്ചും സംസാരിച്ചിരിക്കുന്ന ഞങ്ങളുടെ അമ്മയെ കണ്ടതും അവരിരുവരും നോക്കി നിന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കളിയും ചിരിയും സംസാരവും പതിവില്ലാത്തതാണ്. അതിനൊപ്പം ഐഷു ഉണ്ട്. വാ തോരാതെ എന്തൊക്കെയൊക്കെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ആ പാവം കൊച്ചിനെ കൂടി ഇവൾ വഷളാക്കും, വഴി തെറ്റിക്കും. അഖിൽ ആരോടൊന്നില്ലാതെ പറഞ്ഞു. തൻ്റെ അമ്മയോട് തങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നവരെ കണ്ടതും
അവരിരുവർക്കും ഒരു അസൂയം കുശുമ്പും തോന്നി. രണ്ടുപേരും അവിടെ നിന്ന് മുരട് അനക്കിയത്. മൂവരും അവരുടെ ശ്രദ്ധ ഇവർ നിൽക്കുന്ന വശത്തേക്ക് നോക്കിയും അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ അഖിലിനെയും കണ്ടതും ആയിഷയും അപ്പും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. എന്താണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ? അത് സാർ, രണ്ടുപേരും നിന്ന് വിൽക്കുന്നത് കണ്ടുകൊണ്ട് സിദ്ധുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞു. ഞാനാ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തേ ഇവർക്ക് രണ്ടുപേർക്ക് അവിടെ വെച്ചുണ്ടാക്കാൻ അറിയില്ലേ? സിദ്ധു അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. എന്താടാ ചേക്കാ നിനക്ക്? ഞാൻ എൻ്റെ പിള്ളേർക്ക് ഇച്ചിരി ആഹാരം കൊടുത്തെന്നും പറഞ്ഞ്. അമ്മ, എൻ്റെ സിദ്ധു, നീ ഒന്നും മിണ്ടാതിരി. വല്ലപ്പോഴുവേ എനിക്ക് ഇതുപോലെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടും. നീ രണ്ടെണ്ണം എന്നോട് മിണ്ടുക പോലുമില്ല, എപ്പോഴും ബിസിനസ്സും മീറ്റിങ്ങും ആയിട്ട്. ഇതുങ്ങളെങ്കിലും എന്നോടൊന്ന് സംസാരിക്കട്ടെ. ദേവസേ വേണ്ട, ഞങ്ങൾ പോവാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഇനി ലഞ്ചിനുള്ളത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ തയ്യാറാക്കിക്കോളാം. അത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും തിരിഞ്ഞു നടന്നതും. ഒന്ന് നിന്നേ, നീ എന്താ അമ്മയെ വിളിച്ചത്? അഖിൽ ആയിഷുവിനൂടെ. ദേവൂസേന്ന്? അതെന്തിനാ ദേവൂസേന്ന് വിളിക്കുന്നത്? നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ അല്ലെങ്കിൽ മേഡം എന്ന് വിളിച്ചുകൂടെ? അത് എൻ്റെ ദേവൂസിന് ദേവൂസെന്ന് വിളിക്കുന്ന ഇഷ്ടം. അനി യാക്കെന്താ വേണം? ഇയാൾ പി എ അല്ലേ, പി എ ആയിട്ട് അങ്ങ് നിന്നാൽ മതി. കൂടുതലൊന്നും കയറി ഭരിക്കാൻ വരണ്ട കേട്ടല്ലോ. ആയിഷു അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. സിദ്ധുവിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പുവിന് അത് മനസ്സിലായി. സിദ്ധുവിന് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവൾ പെട്ടെന്ന് തന്നെ ആയിഷുവിനെയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങാൻ നേരം. ഒരു മിനിറ്റ് അപ്പു, അത്രയും പറഞ്ഞുകൊണ്ട് ആയിഷു ഓടിച്ചെന്ന് ദേവുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട്, ദേവു ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു, ഒരു ഉമ്മ കൂടി കൊടുത്ത് അഖിലിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അവൾ പോകുന്ന വഴി നോക്കി അഖിലൊന്നു, ഇത് എന്തിൻ്റെ കുഞ്ഞാണാവൂ? അത്രയും പറഞ്ഞ് ദേവുവിനെ നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ അമ്മയിൽ നിന്ന് ചിരിക്കുക. എന്താ നിങ്ങൾ രണ്ടുപേരും? എൻ്റെ അഖിലേ, ഇത്രയും നാളിനുള്ളിൽ നീ ഇതുപോലെ വാല് മുറിഞ്ഞു നിന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവളൊരു മിടുക്കി തന്നെ. കെട്ടുന്നെങ്കിൽ നിന്നെ ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ കയ്യിൽ വേണം വെച്ച് കൊടുക്കേണ്ടത്. അത് കേട്ടതും സിദ്ധുവിൻ്റെ മുഖം ഒന്നും മങ്ങി. അത് മനസ്സിലായതുപോലെ സിദ്ധാർത്ഥ് അവൻ്റെ അടുത്തേക്ക് ചെന്ന്, എന്താടാ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൾക്കുള്ള പോലെ ഒരു ബന്ധുക്കൾ വെള്ളെണ്ണാൻ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഒന്ന് വേണ്ടടാ. എനിക്ക് ആരും ഇല്ലാത്തടത്ത് ആരാടാ ഒരു അനാഥച്ചക്കനൊരു പെണ്ണിനെ തരിക? സിദ്ധുവിന് ദേഷ്യം തോന്നി. അഖിലേ, ഞാൻ അങ്ങനെയാണോ നിന്നെ കൊണ്ടു നടക്കുന്നത്? നിന്നെ എൻ്റെ സഹോദരൻ എന്ന രീതിയിൽ തന്നെയല്ലേ? അതുമാത്രമല്ല അച്ഛനും അമ്മയും നിന്നെ മകനായിട്ട് തന്നെയല്ലേ കാണുന്നത്, അല്ല വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ലല്ലോ. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു. അതേസമയമാണ് മാധവ് അകത്തേക്ക് കയറി വന്നത്. സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കേട്ട്, എന്താടാ സിദ്ധു, നിനക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ? ഒന്ന് സമാധാനത്തിൽ സംസാരിക്കാൻ, സ്നേഹത്തോടെ സംസാരിക്കാൻ നിനക്ക് അറിയില്ലേ? പിന്നെ അവൻ പറഞ്ഞതിന് പിന്നെ ഞാൻ എങ്ങനെ വേണം റിയാക്ട് ചെയ്യാൻ? ഇത്രയൊക്കെ നാൾ നമ്മൾ നമ്മുടെയോടൊപ്പം നമ്മുടെ നിന്ന് കരുതി ഇവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടല്ല ഉള്ളു. പക്ഷെ ഇവൻ ഇപ്പോൾ നമ്മളൊന്നും ആരും അല്ലത്രേ. സ്വന്തമെന്ന് വിചാരിച്ച് എത്ര ചേർത്ത് പിടിച്ചല്ല, അവനൊന്നും നമ്മൾ ആരും അല്ലല്ലോ. സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയതും അഖിലിനത് വിഷമമായി. മാധവ് അവൻ്റെ അടുത്ത് ചെന്ന്, എന്താടാ മോനെ, അവൻ ഇന്നോളം നിന്നെ വേർതിരിച്ച് കണ്ടിട്ടോ? ഞാനോ ഇവളോ നിന്നെ വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? സിദ്ധുവിനെ എങ്ങനെയാണോ ഞങ്ങൾ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയല്ലേ നിന്നെ സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ തന്നെ നീ അറിഞ്ഞാൽ മതി. അതുമാത്രമല്ല, ഈ മാധവന് 2 ആൺമക്കളാണ്. അത് ആരുടെ മുമ്പിൽ പറയുന്നതിനും ഈ മാധവന് യാതൊരു മടിയുമില്ല. അത് നിനക്കറിയാമല്ലോ. അതുപോലെയല്ലേ എല്ലാവരോടും പറഞ്ഞ് സിദ്ധാർത്ഥ് മാധവനും അഖിൽ മാധവും എൻ്റെ മക്കളാണെന്ന് തന്നെയല്ലേ പറയുന്നത്. പിന്നെന്താ, പോട്ടെ, സാരമില്ല. നീ അവനോട് പോയിന്ന് സംസാരിക്കുക. അവൻ വളരെ ദേഷ്യത്തിലാണ് പോയത്. നീ സംസാരിച്ചാൽ അതങ്ങ് മാറും. ചെല്ല്. മാധവ് അഖിലിനെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. സിദ്ധു പുറംതിരിഞ്ഞ് നിൽക്കുക. സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്ന്, ഡാ സിദ്ധു. ഓ, അഖിൽ എന്താണ് ഇങ്ങോട്ട് വന്നത്? ആരോരുമില്ലാത്ത അഖിലിന് ഇപ്പോഴാരെങ്കിലുമൊക്കെ ഉണ്ടായോ? എടാ, ഞാൻ അങ്ങനെ ഒന്നും പറയണ്ട അഖിൽ. നിന്നെ എത്ര ഞാൻ എന്നോട് ചേർത്ത് നിർത്തിയാൽ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയത് തന്നെ